എടി നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. എടി നിന്നെ കാരണോട് ഞാൻ ഈ ഗതിയിലായത്. അതിന് എടി എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്കൊന്നും പറയാനുമില്ല. നീ ഫോൺ വെക്കടി ഫോൺ. എന്തുവാടാ പ്രശ്നം? ഒന്നുമില്ല, വീട്ടിൽ ഭയങ്കര വഴക്കാണ്. നിന്റെ വഴക്കേ നാട്ടിൽ മൊത്തം പാട്ടാ. പാട്ട് മാത്രമല്ല, നാദൃശിക്കാന്റെ പാരടി ഇറങ്ങി. എന്തുവാ എന്തോ പ്രശ്നത്തിന്റെ കാര്യം എന്തുവാ? അണ്ണ അവളെ സ്വഭാവം ശരിയാണ്. ഇത് പ്രശ്നമില്ലത്. നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കണം. സ്ത്രീ എന്ന് പറയാ സരസ്വതിയാ, അമ്മയാ, മഹാലക്ഷ്മിയാ. അപ്പൊ നമ്മൾ ബഹുമാനിക്കണം. മേശ്ശേരി പറഞ്ഞ കാര്യമുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കണം, കാല് തൊട്ട് വന്നിക്കണം. ഉദാഹരണത്തിന് അണ്ണനും ചേച്ചിയും. ചേച്ചി, നീ അവളെ കാര്യം മാത്രം വേണ്ടി പോരുത്. നിനക്കറിയോ, കഷ്ടപ്പെട്ട ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നപ്പം വെറും ചോറും ഗ്രേവിയും മീന്റെ തലയും മാംസവും എല്ലാം കൂടെ പ്രലോഭിനും. അതായത് പ്രലോഭ് വീട്ടിലെ പൂച്ച. മേശിയുടെ പേരോ? സിപ്പു. എങ്ങനെയുണ്ട്? കരിങ്കല്ല് പോലെ മീശ വെച്ചൊക്കെ നാളെ പേര് സിപ്പുവും, വീട്ടിലെ പൂച്ചയുടെ പേര് പ്രലോഭ്. നല്ല ഫാമിലി കേട്ടോ. ഏണ്ണ അണ്ണന്റെ അച്ഛൻ ഇപ്പൊ പുറത്തോട്ടൊന്നും കാണില്ല. എന്തോ പറ്റിയണ്ണ? വയ്യടാ, അതെന്തുവാ? പനി. സൂക്ഷിക്കണം കേട്ടോ അണ്ണ. 2 മാസം സൂക്ഷിച്ച് ഒരു കൂട്ടുകാരൻ വന്നാൽ ഇനി വീട്ടിൽ സൂക്ഷിക്കരുത്, കൂടി പോയാൽ ന്യൂമോണിയ ആയി പോകുന്നു പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടറിനും മറ്റു കുഴപ്പമൊന്നുമില്ല. തുണി നനച്ച് ദേഹത്തിട്ടാ മതി എന്ന് പറഞ്ഞു. എന്റെ തുണി, എന്റെ ഭാര്യയുടെ തുണി, കൊച്ചിന്റെ തുണി, അമ്മയുടെ തുണി എല്ലാം കൂടെ നനച്ച് ദേഹത്ത് വാരിയിട്ട് പനിക്കൊരു കുറവില്ല. എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല, 2 ബെഡ്ഷീറ്റ് നനച്ച് ദേഹത്ത് തലയെ കൊണ്ടിട്ടാലോ. എന്റെ പൊന്നു മേശി, മണ്ടത്തരങ്ങൾ വിളിച്ചു പോവാതെ. ഡോക്ടർ പറഞ്ഞു തോന്നിയാ അച്ഛന്റെ പനി മാറാനും തലവേദന മാറാനും വേണ്ടി ലേശം തുണി വെള്ളത്തിൽ നനച്ച് നെറ്റിയിൽ ഒട്ടിച്ചാ മതി എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാണോ? പിന്നെ വേറെ സംഭവം. എന്തുവാ? അച്ഛന് ഭയങ്കര വികൃതികളാ. വികൃതിയാ? കഴിഞ്ഞ ആഴ്ച 2 ബാറ്ററി എടുത്ത് വിഴുങ്ങുന്നേ. ഞാൻ കടയിൽ പോയി ചെറിയ 2 ബൾബ് വാങ്ങിച്ചു അച്ഛനെ വായിലിട്ട് കൊടുത്തു. എന്നിട്ട് വീട്ടിലെ ടോർച്ചായിട്ട് ഉപയോഗിക്കുക. പിന്നെ മേശിരി, അതായിരിക്കും മേശിരി അന്ന് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഞാൻ കണ്ടത്. ആ കേസൊന്നും അല്ലെന്നേ. പിന്നെ ഞാൻ ഈ കഷ്ടപ്പെടുന്നേക്ക് ഉണ്ടല്ലോ, ബൈക്കിന്റെ പണിയെല്ലാം കഴിഞ്ഞ് കഷ്ടപ്പാടാ. വീട്ടിൽ ചെല്ലുമ്പോ ഡീസൽ അടിക്കും. ഇച്ചിരി മദ്യം കുടിക്കും. അങ്ങനെ ഡീസലും അടിച്ച് ന്യൂട്രി കൂടെ ഞാൻ വീട്ടിലോട്ട് ചെന്ന് കയറിയപ്പോ ഫ്രണ്ട് ഡോർ തുറന്ന് നോക്കിയപ്പോ അവള് ഡ്രൈവർ സീറ്റ് ഇരിക്കുന്നു. ഡ്രൈവർ സീറ്റാ? കസേര ഇരിക്കുന്നെന്ന്. ഇരിക്കുന്ന ദേഷ്യം വന്ന് ഞാനൊരു ഹോണടി. അവള് ചാടി എന്റെ എഞ്ചിന് ചവിട്ടി. എഞ്ചിനാ? നെഞ്ചത്ത് ചവിട്ടിന്ന്. ഞാനൊന്നും കൂട്ടാക്കിയില്ല. ഞാൻ കയ്യങ്ങോട്ട് പിടിച്ചോണ്ട മൊത്തം ഗീറങ്ങ് മാറി. ഒരിക്കൽ പറഞ്ഞ ചെയ്ത വിരലും കൈയെല്ലാം പിടിച്ചോടിച്ച്. അവളിപ്പോ കട്ടപ്പുറത്താ. ഹോസ്പിറ്റലിൽ. പിന്നെ കുഴപ്പമില്ല, ഞാൻ ഈ സി സി അടയ്ക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടി പോയി. എന്തോന്ന് മേശിരി സി സി അടയ്ക്കാനെന്നൊക്കെ? ആശുപത്രി പൈസ അടയ്ക്കണ്ടേ? അതിന് ഓടി. പിന്നെ അവസാനം RC ഓണറെ വിളിച്ചു പറഞ്ഞു, ഓണർ വന്ന പൈസ അടച്ച്. RC ഓണറോ? അവൾ അച്ഛൻ. കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞത് പറയോ, നാളെ ഈ പൊല്യൂഷൻ ടെസ്റ്റും സർവീസും ഒക്കെ കഴിഞ്ഞ് നാളെ വരാന്ന് പറഞ്ഞു. ഈ പൊല്യൂഷൻ ടെസ്റ്റും സർവീസും കഴിഞ്ഞ് റൂട്ട് ഇറക്കുന്ന ബസ്സായത്. കയ്യിലെ പ്ലാസ്റ്റർ കഴിച്ചത് ചെക്കപ്പ് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവരാന്നാ പറഞ്ഞത്. അങ്ങനെ മേശിരി, ഈ ദൈവത്തെ ഓർത്ത് ഈ വണ്ടിയുടെ പണി പെട്ടെന്ന് തീർക്കണം. ഞാൻ പോകുന്ന വഴിക്കണ്ടല്ലേ ഭയങ്കര കാട്ടാന ശല്യമാന്ന്. നമ്മളെ കയ്യിലും കുറെ തെറ്റുണ്ടോ? എന്തുവാ? ആനക്ക് ഇഷ്ടമുള്ള വാഴക്കൊല, ചക്ക, കൈതച്ചക്ക, ഇതൊക്കെ അല്ലേ വെച്ച് പിടിപ്പിക്കുന്നേ? ഈ ചക്കയും പ്ലാവും മരമൊക്കെ വെച്ച് പിടിപ്പിക്കാ പിന്നെ എന്താ വെച്ച് പിടിപ്പിക്കും? ജാതിമരം. ജാതിമരം വെച്ച് ആന വരുത്തില്ലേ? എടാ മണ്ഡല, ആനയ്ക്ക് ജാതി ഇല്ലല്ലോ, മതമല്ലേ ഉള്ളൂ. മതം പൊട്ടുമ്പോഴേ ആനയ്ക്ക് കുഴപ്പമുണ്ടാക്കുന്നത്. നീ എന്തോ പറയുന്നത്? പിന്നെ സംഭവപ്പെട്ടെ എനിക്ക് ഈ ഷോർട്ട് ഫിലിമിൽ എനിക്ക് ചെറിയൊരു വേഷം ഇത് കിട്ടി. നല്ല സെന്റർ ഇതാന്ന് പറയുന്നത് നായകൻ. അപ്പൊ അവര് പറയുന്നത് ഗ്ലാമർ ഒക്കെ ആണോന്ന് പറയാം. എന്തോടെ എളുപ്പ വഴി? ഗ്ലാമർ ഇഷ്ടംപോലെ ടിപ്സ് കിടക്കില്ലേ? എന്തോന്ന്? 3 നേരം നല്ല ഫ്രൂട്ട്സ് ഐറ്റംസ് കഴിച്ചാൽ പോരെ. ഗ്ലാമർ ഷട്ടപ്പെട്ടെന്ന് വരത്തില്ലേ? നീ പോടാ മണ്ടത്തരം പറയാതെ. 24 മണിക്കൂറും ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരാളെ എനിക്കറിയാം. അതാര്? കൊരങ്ങൻ. അതിന് ഗ്ലാമർ വെച്ചില്ല. പിന്നെ എനിക്ക് നീ എന്തൊക്കെയാ പറയുന്നത്? നിന്നെ 2 ദിവസം കൊണ്ട് കാണാനല്ലോ. നീ എവിടെ ആയിരുന്നു? ഒന്നും പറയണ്ട അണ്ണാ. ഇത്ര നേരം എന്തെങ്കിലും പറഞ്ഞ സൂചി പൊങ്ങിയില്ല. നീ എന്തെങ്കിലും ഒന്ന് പറ. മിണ്ടാ നിക്കില്ല, എന്തെങ്കിലും ഒന്ന് പറ. കുരുത്തു. എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടേ പറ്റിയോളാണ്. വേറൊന്നുമില്ലടാ, ദൈവത്തെ വിളിക്കണം. നമ്മൾ ദൈവത്തെ കാണണം. അണ്ണ എനിക്ക് ഈശ്വര വിശ്വാസമൊന്നുമില്ല. ഈ ദൈവത്തിനെ കാണാൻ വേണ്ടി ഞാൻ എവിടെയൊക്കെ പോകുന്നറിയാം. ഋഷികേശ്, ഹരിദ്വാർ, സകല പള്ളികളും അമ്പലങ്ങളും തോറും എത്ര ലക്ഷം രൂപ ചെലവാക്കിയെന്നറിയോ? ദൈവത്തെ കാണാനും വിളിക്കാനൊന്നും ഇത്ര ലക്ഷമൊന്നും ചെലവാക്കണ്ട. നിസ്സാരപ്പെട്ട 30 രൂപ ആണി, അത് മാത്രം മതി. ഈ ആണി അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവന്ന് പലവപ്പുറത്ത് അടിച്ചിട്ട് അത് കയറിയിരിക്കണം. നീ അറിയാം, ദൈവത്തെയും വിളിക്കും, ദൈവത്തെയും കാണും, അവരുടെ സകല കുടുംബക്കാരെയും കാണും. നിനക്ക് ഞാൻ ചോദിക്കട്ടെ, ജോലിയും കൂലിയും ഇല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് എത്ര പൈസ? ആവശ്യത്തിന് ചെലവാക്കാൻ വേണ്ടി ഒരുപാട് പൈസ എവിടുന്ന് ഇത്ര വരും? അണ്ണൻ ചോദിച്ചതിൽ ഭയങ്കര കാര്യമാണ്. എനിക്കൊരു കൂട്ടുകാരുണ്ടെണ്ണ, അവൻ ഭയങ്കര കോടീശ്വരനാ. അവനെന്ന് പറഞ്ഞിട്ടല്ലേ എനിക്ക് വേണ്ടി എത്ര രൂപ ചെലവാക്കും. അണ്ണൻ അവന്റെ അടുത്ത് ചെന്നിട്ട് സാബു എന്നൊന്ന് പറയണം. അവനുണ്ടല്ലേ എനിക്ക് വേണ്ടി മരിക്കും. ഞാനൊരു കാര്യം പറട്ടെ, ഇനി മുതൽ നീ അവന്റെ മുമ്പിൽ സാബു എന്ന് പറയണ്ട, ഇല്ലേ ബാബു എന്ന് പറഞ്ഞാൽ മതി. വേറൊന്നുമില്ല. മരിച്ചോ നിനക്ക് ആരാളെ ചെലവാക്കുന്നത്?
നിന്റെ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഇല്ലല്ലോ, എന്ത് പ്രശ്നം എന്തുവാ? അണ്ണാ ഇന്ന് രാവിലെ ഉണ്ടല്ലേ വണ്ടി സ്റ്റാർട്ടാക്കുന്ന വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഞാൻ പിന്നെ മുക്കി പോയി ഒരു പെട്ടിയാട്ട വിളിച്ചോണ്ട് അതിനകത്ത് കയറ്റി നേരെ കൊണ്ടുവന്ന് 600 വണ്ടിക്കാരന് കൊടുത്തെങ്കിൽ എന്ത്, എന്റെ കുട്ടപ്പൻ വണ്ടി ഇവിടെ വന്നില്ലേ? എടാ മഹാഭാവി, 600 നമ്മളേക്ക് നീ എണ്ണടിച്ചോണ്ട് വന്നില്ലേ വണ്ടി വിളിച്ചോണ്ട്? ഒരു 100 എണ്ണടിച്ച പോരാ, വണ്ടി സ്റ്റാർട്ട് ആവുന്നത്. എണ്ണ തീർന്ന്. ഡേയ്, ചില്ലടിക്കാൻ പോയി എണ്ണ എടുത്തോളാം. വീട്ടിൽ പോണോ? ഓ